മനുഷ്യജീവന് മൂല്യം കൽപ്പിക്കുന്നവരെ ഭരണാധികാരികളായി തിരഞ്ഞെടുക്കാൻ കത്തോലിക്ക വിശ്വാസികൾ ജാഗ്രത കാട്ടണം. അമേരിക്കയിലെ ടൈലർ രൂപതാ ബിഷപ്പ് ജോസഫ് സ്ട്രിക്ലൻഡ് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യുമ്പോൾ ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരും ക്രിസ്തീയ വിശ്വാസങ്ങളോട് സഹകരിക്കുന്നവരുമായവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് ബിഷപ്പ് ജോസഫ് സ്ട്രിക്ലൻഡ്. ജീവന്റെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നവരും ഗർഭസ്ഥ ശിശുക്കളുടെ അടിസ്ഥാനാവകാശങ്ങളെ സംരക്ഷിക്കുന്നവരും നേതൃനിരയിൽ എത്തണമെന്ന മാനദണ്ഡമാവണം കത്തോലിക്കരായി നാം സ്വീകരിക്കേണ്ടത്. ഈയിടെ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് അദ്ദേഹം തന്നെ നയം വ്യക്തമാക്കിയത്. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ മനുഷ്യജീവൻ പവിത്രമായി സംരക്ഷിക്കപ്പെടണം. ഓരോ പുരുഷനും സ്ത്രീയും ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെയാണ് മനുഷ്യജീവൻ്റെ മൂല്യം ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരൂപമാകുകയെന്നാൽ ഏറ്റവും അന്തസ്സ് നൽകുന്ന കാര്യമാണ്. എന്നാൽ ചിലരുടെ ചിന്താഗതികൾ പല പ്രക്ഷോഭങ്ങളിലേക്കും വഴിത്തിരിഞ്ഞുപോയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും മനുഷ്യജീവൻ മാനിക്കപ്പെടണം. സാമൂഹികവും സാംസ്കാരികവും ശാസ്ത്രപരവുമായ എല്ലാ വിഷയങ്ങളിലും മനുഷ്യജീവൻ്റെ അന്തസ്സ് ഉയർത്തിക്കാട്ടുകയും വേണം. അതുപോലെ ഗർഭഛിദ്രം എന്നത് ഒരു അവകാശമല്ല. ഗർഭഛിദ്രം അവകാശമെന്ന തെറ്റായ പ്രയോഗം അംഗീകരിക്കാനും കഴിയില്ല. എന്തെന്നാൽ അവകാശങ്ങൾ എപ്പോഴും ജീവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ആദ്യത്തെ അവകാശവും അതുതന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.